കുട്ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു അനുഭവ കഥയാണ് ഇന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിന് പൊരുത്തപ്പെടാനാകാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രേതത്തിലും നെഗറ്റീവ് എനർജിയിലുമൊക്കെ ആളുകൾക്ക് വിശ്വാസം തോന്നുന്നത്. ആ കഥ പറയുന്നതിന് മുൻപായി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി കഥയിലേക്ക്. ഏതാണ്ട് ഒരു 15 വർഷം മുൻപേ നടന്ന ഒരു ചെറിയ സംഭവമാണിത്. അഭിജിത്തും റെജിയും സുഹൃത്തുക്കളാണ്. ഇരുവരുടെയും ഒരു കോമൺ ഫ്രണ്ടാണ് റോബിൻ. അഭിജിത്തും റെജിയും തൊടുപുഴക്കാരാണ്. റോബിൻ്റെ വീടാണെങ്കിൽ കോട്ടയത്തുമാണ്. 3 പേർക്കും ഒരു 10-22 വയസ്സ് പ്രായം വരും. അങ്ങനെയിരിക്കെ റോബിൻ്റെ മൂത്ത സഹോദരിയുടെ കല്യാണം വന്നെത്തി. കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിച്ച കൂട്ടത്തിൽ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ അഭിജിത്തിനെയും റെജിയെയും റോബിൻ വിവാഹത്തിന് ക്ഷണിച്ചു. അടുത്ത സുഹൃത്തുക്കളായതിനാൽ 2 ദിവസം മുന്നേ വീട്ടിലെത്തണമെന്ന് റോബിൻ അവരോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. മാർച്ച് മാസത്തിലെ ഒരു ഞായറാഴ്ചയായിരുന്നു കല്യാണം. 2 ദിവസം മുന്നേ എത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അവർ പുറപ്പെടാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അവർ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ പോയില്ല. അഭിജിത്തിൻ്റെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായതിനാൽ അന്ന് വൈകിട്ടാണ് അവർ പോകാൻ തരപ്പെട്ടത്. രാത്രി ഇനി യാത്ര വേണോ, രാവിലെ പോയാൽ പോരെ എന്ന് ഇരു വീട്ടുകാരും ചോദിച്ചെങ്കിലും തങ്ങളുടെ സുഹൃത്തിന് കൊടുത്ത വാക്ക് അവർക്ക് നിറവേറ്റണമായിരുന്നു. അങ്ങനെ രാത്രി ഏകദേശം 10 മണിയോടടുത്താണ് അവർ പുറപ്പെടാൻ തയ്യാറായത്. റെജിയുടെ പഴയ ബൈക്കിലാണ് യാത്ര. വഴി തീർത്തും വിജനമായി കഴിഞ്ഞിരുന്നു. ഇടയ്ക്കിടെ പോകുന്ന ഭാരവാഹനങ്ങൾ ഒഴിച്ചാൽ മറ്റു യാത്രക്കാരും വാഹനങ്ങളും നന്നേ കുറവായിരുന്നു. കരിങ്കുന്നവും നെല്ലാപ്പാറയുമെല്ലാം പിന്നിട്ട് റെജിയുടെ ബൈക്ക് ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു. വഴിയിലെ ആ വിജനത അഭിജിത്തിൻ്റെ മനസ്സിൽ അല്പം ഭയത്തിൻ്റെ വിത്തുകൾ പാകി. ഇടയ്ക്ക് ഏതോ ഒരു പ്രദേശത്ത് വെച്ച് വണ്ടി ഒന്ന് വിറച്ചു. പെട്ടെന്ന് എൻജിൻ ഓഫായി. എന്തു പറ്റിയെന്ന് ഇരുവർക്കും മനസ്സിലായില്ല. അടുത്തെങ്ങും ഒരു വെളിച്ചം പോലും ഇല്ലാത്ത പ്രദേശത്താണ് വണ്ടി നിന്നുപോയതെന്ന് ഒരു ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു. റെജി വണ്ടി സ്റ്റാർട്ടാക്കാൻ വീണ്ടും വീണ്ടും കിക്കറടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കാനുള്ള ശ്രമത്തിൽ ഇരുവരും തളർന്നു. കൂരാക്കൂരിരുട്ടിൽ ആരുമില്ലാത്ത പെരുവഴിയിൽ ഇനി എന്തു ചെയ്യുമെന്നുള്ളത് അവരുടെ മനസ്സിൽ ഒരു സമസ്യയായി മാറി. അഭിജിത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ഭയം ഇരട്ടിച്ചു. മറ്റു വണ്ടികൾ വന്നാൽ കൈ കാണിക്കാമെന്നുള്ള ധൈര്യത്തിൽ അവർ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അഭിജിത്തിന് ഒരു മൂത്രശങ്ക തോന്നി. റോഡരികിൽ നിന്നും കുറച്ചു മാറി കാടു പിടിച്ച പോലുള്ളൊരു പ്രദേശത്തേക്ക് മൂത്രശങ്ക തീർക്കുവാനായി അവൻ മാറി നിന്നു. റെജി റോഡിൽ തന്നെ വാഹനങ്ങൾ കാത്തു നിൽക്കുന്നുമുണ്ട്. എന്തോ കരിയുന്ന തരത്തിലുള്ള രൂക്ഷഗന്ധം തൻ്റെ നാസികയിൽ തുളച്ചു കയറുന്നത് അഭിജിത്ത് അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ആ ഗന്ധം തിരിച്ചറിഞ്ഞു. മനുഷ്യ മാംസം കത്തിയ ഗന്ധമായിരുന്നു അത്. ആരുടെയൊക്കെയോ അടക്കിപ്പിടിച്ച തേങ്ങലുകളും അലർച്ചകളും അവൻ്റെ കാതുകളിൽ മുഴങ്ങി. അവൻ കരഞ്ഞുകൊണ്ട് റോഡിൽ നിന്നിരുന്ന റെജിയുടെ അടുത്തേക്ക് ഓടി. അവൻ്റെ ശരീരമാകെ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ഒറ്റ ശ്വാസത്തിൽ അവൻ റെജിയോട് കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ അല്പം ധൈര്യശാലിയായ റെജി അഭിജിത്ത് ചൂണ്ടിക്കാണിച്ച വശത്തേക്ക് നടന്നു. അഭിജിത്തിനുണ്ടായ അതേ അനുഭവം തന്നെ റെജിക്കുമുണ്ടായി. കൂട്ടത്തിൽ മറ്റൊന്നും കൂടി അവൻ അവിടെ കണ്ടു.
എന്തോ പുകച്ചുരുൾ പോലെ ഉയർന്നു പൊങ്ങുന്നു. ഒരൊറ്റ ഓട്ടമായിരുന്നു റെജി. ഭയം അവനെ കീഴടക്കിയിരുന്നു. 2 കുട്ടികളും ഭയന്നു വിറച്ചു. എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാനായി മാർഗത്തിനായി അവർ പരതി. റെജി ഒരിക്കൽ കൂടി വണ്ടി സ്റ്റാർട്ടാക്കാൻ ചെയ്യാൻ ഒരു ശ്രമം നടത്തി. അത്ഭുതമെന്ന് പറയട്ടെ, വണ്ടി സ്റ്റാർട്ടായി. വണ്ടി കുറച്ചു ദൂരം ചീറിപ്പാഞ്ഞു. 2 പേരും പരസ്പരം സംസാരിച്ചില്ല. കുറച്ചു ദൂരം പോയി ഒരു തട്ടുകടയുടെ മുന്നിൽ വണ്ടി നിർത്തി. ഓരോ കട്ടൻ കാപ്പി പറഞ്ഞ ശേഷം ഇരുവരും അവിടെ കണ്ട സ്റ്റൂളിലിരുന്നു. ഭയന്നു വിളറിയ മുഖം കണ്ട തട്ടുകടക്കാരൻ അവരോട് വിവരങ്ങൾ തിരക്കി. 2 പേരും കാര്യങ്ങളെല്ലാം തുടക്കം മുതൽ തട്ടുകടക്കാരനോട് വിവരിച്ചു. എല്ലാം കേട്ട ശേഷം അയാൾ പറഞ്ഞു, അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് മക്കളെ. 98-ലെ അയിങ്കൊമ്പ് ബസ് അപകടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് പേർ വെന്തു മരിച്ചൊരു ദുരന്തമായിരുന്നു അത്. നിങ്ങളുടെ വണ്ടി നിന്നുപോയ ആ സ്ഥലത്താണ് അന്ന് അപകടം നടന്നത്. ഗർഭിണികളടക്കം 16ഓളം സ്ത്രീകളാണ് അന്ന് ആ ദുരന്തത്തിൽ മരിച്ചത്. വണ്ടിയിൽ ആരോ പെട്രോൾ നിറച്ച കന്നാസുമായി കയറിയെന്നോ അതിൽ നിന്നും തീ പടർന്നാണ് അപകടം നടന്നതെന്നുമെല്ലാം പറയപ്പെടുന്നു. ഏതായാലും അതിനുശേഷം രാത്രി ആ വഴി സഞ്ചരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിവ്. ആഗ്രഹങ്ങൾ പാതി വഴിയിൽ നിലച്ച ഒരുപാട് ആത്മാക്കൾ അവിടങ്ങളിൽ അലയുന്നുണ്ടാവാം, കടക്കാരൻ പറഞ്ഞു നിർത്തി. അഭിജിത്തും റെജിയും ഭയത്തോടെ പരസ്പരം നോക്കി. കഥ ഇഷ്ടമായാൽ കേൾക്കുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ശുഭദിനം. അടുത്ത കഥയുമായി വരും വരെ ബൈ.